നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫെഡറലിസം എന്ന് പറയുന്ന ടോപ്പിക്കും അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 2-3 MCQ ചോദ്യങ്ങൾ മോഡലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫെഡറലിസം എന്താണെന്ന് ഓടിച്ചിട്ടൊന്ന് പറയും. ഓടിച്ചിട്ടല്ല, നമുക്ക് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഫെഡറലിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏത് ഷെഡ്യൂളിലാണ് ഉൾപ്പെടുന്നത്, ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. പക്ഷെ സ്പീഡിൽ പറഞ്ഞു പോകും. റിവിഷൻ ക്ലാസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദി ഫെഡറൽ ഗവൺമെന്റ്? ഫെഡറൽ ഗവൺമെന്റിന്റെ മെയിൻ ഫീച്ചർ അല്ലാത്തത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ വിച്ച് മോഡൽ? ഏത് രാജ്യത്തിന്റെ മോഡലാണ് ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം കൈക്കൊണ്ടിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്? ഏതിനകത്താണ് യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള പവറിന്റെ ഡിവിഷനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്? ഈ 3 ചോദ്യങ്ങളാണ്. ഇത് 3ഉം പ്രീവിയസ് ചോദ്യമാണ്. ഈ 3 ചോദ്യങ്ങൾ ഉൾപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. നോക്കാം. അപ്പൊ നോക്കോളൂ, ഫെഡറലിസം എന്താണെന്ന് പറയാം. 2 തരത്തിലുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനമാണ് ഫെഡറലിസം. എന്താണ്? 2 തരത്തിലുള്ള ഗവൺമെന്റ് ആണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഒന്ന് ദേശീയ തലത്തില്, മറ്റ് പ്രാദേശിക തലത്തില്. നമ്മുടെ ഇന്ത്യ നോക്കുവാണെങ്കിൽ ദേശീയ തലത്തിലുമുണ്ട് ഗവൺമെന്റ്, പ്രാദേശിക തലത്തിലും ഗവൺമെന്റ് ഉണ്ട്. സോ നമ്മൾ എന്താണ്? ഒരു ഫെഡറലിസം ഫോളോ ചെയ്യുന്ന രാജ്യമാണ്. ഓരോ ഗവൺമെന്റും തങ്ങളുടെ മേഖലകളിൽ സ്വയം ഭരണമുള്ളവയായിരിക്കും. ഓട്ടോണോമസ് പദവി കാണും ഇവർക്ക് രണ്ടുപേർക്കും. സെൻട്രലിനും കാണും, അതുപോലെ തന്നെ ഓരോ പ്രാദേശിക തലത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിനും എന്ത് കാണും? സ്വയം ഭരണ അവകാശം ഉണ്ടായിരിക്കും. അപ്പൊ 2 തരത്തിലുള്ള ഗവൺമെന്റുകളെ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ സംവിധാനത്തെ നമ്മൾ ഫെഡറലിസം എന്ന് വിളിക്കും. ഫെഡറലിസത്തില് ജനങ്ങൾക്ക് 2 തരത്തിലുള്ള സ്വത്വവും കൂറുകളും ഉണ്ടായിരിക്കും. ഒന്ന് പ്രാദേശികം, മറ്റൊന്ന് ദേശീയം. ഓക്കെ, രാഷ്ട്രീയ വ്യവസ്ഥകളുടെ ഓരോ തലത്തിലും വ്യത്യസ്തമായ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പ്രത്യേക ഗവൺമെന്റ് സംവിധാനവും ഉണ്ടായിരിക്കും. 2 തരത്തിലുള്ള ഗവൺമെന്റുകളുടെയും വിശദാംശങ്ങൾ എഴുതപ്പെട്ട ഒരു ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ പരമാധികാര ഭരണഘടനയാണ് 2 ഗവൺമെന്റുകളുടെയും അധികാരത്തിന്റെ പ്രധാന ഉറവിടം. അപ്പൊ ഫെഡറലിസം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു 2 ഗവൺമെന്റ് കാണും, അതുപോലെ തന്നെ ഒരു എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കും. ഈ എഴുതപ്പെട്ട ഭരണഘടനയായിരിക്കും ഈ 2 ഗവൺമെന്റുകളുടെയും അധികാരത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത്. എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കും, 2 ഗവൺമെന്റ് ഉണ്ടായിരിക്കും ആ രാജ്യത്തിന്. ഈ 2 ഗവൺമെന്റിന്റെയും പരമാധികാരം അല്ലെങ്കിൽ അധികാരത്തിന്റെ പ്രധാന ഉറവിടം എന്ന് പറയുന്നത് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയായിരിക്കും. ഫെഡറലിസത്തില് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയും ഉണ്ടായിരിക്കും. ഇതും ചോദ്യമായിട്ട് വരാം. ഫെഡറലിസം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ഫെഡറലിസത്തില് കേന്ദ്രം കാണും, സംസ്ഥാനം കാണും എന്ന് നമ്മൾ പറഞ്ഞു. ഇവര് തമ്മിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ആര് കാണും? ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ഉണ്ടായിരിക്കും. അധികാര വിഭജനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനുള്ള അധികാരം ആർക്കായിരിക്കും? ഈ നീതിന്യായ വിഭാഗത്തിനായിരിക്കും. അപ്പൊ എന്തെങ്കിലും തരത്തില് ഇപ്പൊ കേന്ദ്രത്തിന് അധികാരമുള്ളവരുണ്ട്, സംസ്ഥാനത്തിന് അധികാരമുള്ള വകുപ്പുകളുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള തർക്കം ഉണ്ടായാൽ അത് പരിഹരിക്കുന്ന ആരായിരിക്കും? നീതിന്യായ വിഭാഗമായിരിക്കും. ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറേഷൻ എന്ന വാക്ക് എവിടെയും പരാമർശിക്കുന്നില്ല. ഇത് ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറേഷൻ എന്നൊരു വാക്ക് ഒരിടത്തും എഴുതിയിട്ടില്ല. സഹകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്നതാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ച ഫെഡറലിസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. സഹകരണത്തിന്റെ അടിസ്ഥാനം എവിടെയും നമ്മൾ പരാമർശിച്ചിട്ടില്ല. പക്ഷെ ഫെഡറൽ രാജ്യമാണെന്ന് നമുക്ക് അറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞാണ് കേന്ദ്ര സംസ്ഥാന ബന്ധം മുന്നോട്ട് പോകുന്നത്. ഭരണഘടനയുടെ അനുച്ഛേദം, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 ഇന്ത്യയെ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആയി പ്രഖ്യാപിക്കുന്നു. ഇതും പ്രീവിയസ് ചോദ്യമാണ്. ആർട്ടിക്കിൾ 1 എന്താ പറയുന്നത്? ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേത് ഒരു ക്വാസി ഫെഡറൽ സംവിധാനമാണ്. എന്താണ്? ക്വാസി ഫെഡറൽ സംവിധാനമാണ്. ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറൽ സംവിധാനം. ഇത് എന്നാണ് ഈ ക്വാസി ഫെഡറൽ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ശക്തമായ കേന്ദ്രത്തോടു കൂടിയ ഫെഡറൽ സംവിധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഫെഡറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗവൺമെന്റ്, ഒന്ന് സെന്ററിലും മറ്റ് സ്റ്റേറ്റുകളിലും. അപ്പൊ ക്വാസി ഫെഡറൽ ബോഡിയാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? കേന്ദ്രത്തിന് കുറച്ചുകൂടെ പ്രാധാന്യം, അല്ലെ? ശക്തമായ കേന്ദ്രത്തോടു കൂടിയുള്ള ഫെഡറൽ സംവിധാനം. ഇതാണ് ക്വാസി ഫെഡറൽ എന്ന് പറയുന്നത്. അടുത്ത ഓർത്ത് വെച്ചേക്കാം, നിയമവിദഗ്ധൻ ഗ്രാൻവിലെ ഓസ്റ്റിൻ ഇന്ത്യൻ ഭരണഘടനയെ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആരാണ്? നിയമവിദഗ്ധനായ ഗ്രാൻവിലെ ഓസ്റ്റിൻ ഇന്ത്യൻ ഭരണഘടനയെ എന്ത് വിശേഷിപ്പിച്ചു? കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് വിശേഷിപ്പിച്ചു. അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി അധികാര വിഭജനം പ്രീവിയസ് ചോദ്യമാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിൽ വരുന്ന വിഷയങ്ങളെ ഭരണഘടന കൃത്യമായിട്ട് വിഭജിക്കുന്നുണ്ട്.
ഈ അധികാര വിഭജനത്തിന്റെ പ്രധാന സവിശേഷത ഭരണഘടനാപരമായി സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളിൽ മേൽക്കൈ കേന്ദ്ര ഗവൺമെന്റിനാണ് എന്നതാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആർക്കായിരിക്കും? കേന്ദ്രത്തിനായിരിക്കും. ക്വാസി ഫെഡറൽ സംവിധാനമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അധികാര വിഭജനം ഉണ്ട്. ആര് തമ്മിൽ? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ. ഈ അധികാര വിഭജനത്തില് പ്രധാന സവിശേഷത ഭരണഘടനാപരമായി സാമ്പത്തിക ധനകാര്യ അധികാരങ്ങളില് ആർക്കാ മുൻതൂക്കം? കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. സംസ്ഥാനങ്ങൾക്ക് നിരവധി കടമകൾ നിർവഹിക്കാൻ ഉണ്ടെങ്കിലും പരിമിതമായ വരുമാന സ്രോതസ് മാത്രമേ ഉള്ളൂ. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള 3 ഇനം ലിസ്റ്റുകൾ ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടനയുടെ പട്ടിക അഥവാ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഷെഡ്യൂൾ ഏത്? 7 എന്ന് പറയുന്നത്. അപ്പൊ അധികാര വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള 3 ഇനം ഷെഡ്യൂൾ, നമ്മുടെ മൂന്നാമത്തെ ചോദ്യം അതാണ്. അധികാര വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള 3 ഇനം ലിസ്റ്റുകളെ ഉൾക്കൊള്ളുന്നതാണ് ഏഴാമത്തെ ഷെഡ്യൂള്. 3 ലിസ്റ്റുകൾ നമുക്കറിയാം. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അതെല്ലാം ഉൾപ്പെടുന്നത് 7ാമത്തെ ഷെഡ്യൂളിലാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 246 പട്ടിക 7 ഉള്ളത്. അതും ചോദിക്കാറുണ്ട്. ഏതാണ്? ആർട്ടിക്കിൾ 246 ആണ്. ഷെഡ്യൂൾ ഏതാ? 7. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയാണ് ഈ 3 ഇനം ലിസ്റ്റുകൾ എന്ന് പറയുന്നത്. യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾക്ക് ഇന്ത്യൻ ഭരണഘടന കനേഡിയൻ സമ്പ്രദായമാണ് മാതൃകയാക്കിയിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ആൻസർ ആയി. ഏത് മാതൃകയാക്കിയിരിക്കുന്നു? ഏത് സമ്പ്രദായമാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്? കനേഡിയൻ സമ്പ്രദായം. ആർക്കൊക്കെ? യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾക്ക് ഇന്ത്യൻ ഭരണഘടന കനേഡിയൻ സമ്പ്രദായമാണ് മാതൃകയാക്കിയിരിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റിന്റെ കാര്യത്തിലോ ഓസ്ട്രേലിയൻ രീതിയാണ് എടുത്തിരിക്കുന്നത്. കൺകറന്റിന്റെ കേസിൽ ഓസ്ട്രേലിയൻ ആണ്. എന്നാൽ യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾക്ക് ഏത് രീതിയാണ് എടുത്തിരിക്കുന്നത്? കനേഡിയൻ സമ്പ്രദായമാണ് എടുത്തിരിക്കുന്നത്. അത് തെറ്റിക്കരുത്. ഇനി ഓരോന്ന് നോക്കാം. യൂണിയൻ ലിസ്റ്റിലുള്ള ഇനങ്ങളെ സംബന്ധിച്ച് നിയമങ്ങൾ ഉണ്ടാക്കാൻ പാർലമെന്റിന് മാത്രം നിരുപാധികമായ അധികാരമുള്ള വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. 3 ലിസ്റ്റുകളിൽ വെച്ച് ഏറ്റവും വലുത് ഏതാ? യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും. അതായത് യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്. ഏറ്റവും വലുത് ഏതാ? യൂണിയൻ ലിസ്റ്റ് ആണ്. ഇല്ലാതെ പ്രധാന ഇനങ്ങൾ ചോദിക്കാറുണ്ട്. അതായത് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ സെന്ററിന്റെ അധികാരത്തിൽ വരുന്നതാണ്. അപ്പൊ രാജ്യസുരക്ഷ, അതുപോലെ സായുധ സേന, ആയുധ സാമഗ്രി, അണുശക്തി, വിദേശകാര്യം, അന്താരാഷ്ട്ര പ്രാതിനിധ്യം, സന്ധികള്, യുദ്ധം, സമാധാനം, പൗരത്വം, റെയിൽവേ, ഷിപ്പിംഗ് നാവിഗേഷൻ, വ്യോമ പഥങ്ങൾ, പോസ്റ്റ് ടെലഗ്രാഫ്, ടെലഫോണ്, വയർലെസ്സും വാർത്താ വിതരണ പ്രക്ഷേപണവും, കറൻസി, നാണയങ്ങളും, ലീഗൽ ടെൻഡറും, വിദേശ വായ്പ, റിസർവ് ബാങ്ക്, വിദേശ വാണിജ്യം, സംസ്ഥാന അനന്തര വ്യവസായവും വാണിജ്യവും വാർത്താവിനിമയവും അതിന്റെ നിയന്ത്രണവും, ബാങ്കിങ്, ഖനി വികസനം, ദേശീയ മ്യൂസിയങ്ങളുടെ സംരക്ഷണം, ചരിത്ര സ്മാരകങ്ങള്, ഇന്ത്യൻ സർവേ, സെൻസസ്, യൂണിയൻ പബ്ലിക് സർവേ UPSC, തെരഞ്ഞെടുപ്പ് മീൻസ് എലക്ഷൻ, ഗവൺമെന്റ് അക്കൗണ്ടുകളുടെ ഓഡിറ്റ്, സുപ്രീം കോടതി, ഹൈക്കോടതി, ആദായ നികുതി, ഐക്യരാഷ്ട്ര സംഘടന, പോസ്റ്റ് ഓഫീസ് സേവിംഗ്, ബാങ്ക്, പാസ്പോർട്ട്, വിസ, കുടിയേറ്റം, ചലച്ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി. ഇതൊക്കെ എവിടെയാ വരുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അടുത്ത സ്റ്റേറ്റ് ലിസ്റ്റ്. പേരിനകത്ത് തന്നെ ഉണ്ട്. എന്താ സ്റ്റേറ്റ് ലിസ്റ്റ്? സംസ്ഥാന ലിസ്റ്റിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കാണ് അധികാരം. ഭരണഘടനയിലെ രണ്ടാമത്തെ വലിയ ലിസ്റ്റ് ഏതാ? സ്റ്റേറ്റ് ലിസ്റ്റ്. ഏറ്റവും വലുത് യൂണിയൻ ലിസ്റ്റ്. സെക്കൻഡ് ആരാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ഭരണഘടനയുടെ രണ്ടാമത്തെ വലിയ ലിസ്റ്റ്. ഭരണഘടനയുടെ അനുച്ഛേദം 249 പ്രകാരം രാഷ്ട്രത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കി സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ നിയമം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യസഭയിലെ 2 ഭാഗം അംഗങ്ങൾ വോട്ട് ചെയ്ത് പ്രമേയം പാസാക്കിയാൽ ആ കാര്യത്തിൽ മാത്രം നിയമം ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ടായിരിക്കും. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 249 അനുച്ഛേദം ആർട്ടിക്കിൾ പ്രകാരം രാഷ്ട്രത്തിന്റെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് സംസ്ഥാന ലിസ്റ്റിൽപ്പെട്ട ഏതെങ്കിലും കാര്യത്തിൽ നിയമം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് രാജ്യസഭയിലെ 2 ഭാഗം അംഗങ്ങൾ വോട്ട് ചെയ്ത് പ്രമേയം പാസാക്കിയാൽ ആ പറഞ്ഞ കാര്യത്തിൽ മാത്രം നിയമം ഉണ്ടാക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. സംസ്ഥാന ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു വിഷയത്തെ പറ്റി 2 അതിലധികമോ സംസ്ഥാനങ്ങളുടെ അപേക്ഷ പ്രകാരം പാർലമെന്റിന് നിയമനിർമ്മാണം നടത്താനും അധികാരമുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാ വരുന്നത്? പോലീസ് ചോദിക്കാറുണ്ട്. പോലീസ് എവിടെയാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ക്രമസമാധാനം, ജയില്, തദ്ദേശ ഭരണം, പൊതുജനാരോഗ്യം, വികലാംഗക്ഷേമം, ഗ്രന്ഥശാല, കാഴ്ച ബംഗ്ലാവ്, ഗതാഗതം, കൃഷി, മൃഗക്ഷേമം, ജലസംരക്ഷണം, മത്സ്യബന്ധനം, ചന്ത, മേളകള്, സത്രം, നാടകശാലകള്, പന്തയം, അതുപോലെ തന്നെ ചൂതുകളി, ഭൂമിക്കരം, കാർഷികാദായ നികുതി, കെട്ടിട നികുതി, മനുഷ്യോപഭോഗത്തിനുള്ള മദ്യം, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ PSC, ഇതൊക്കെ ആരുടെ അണ്ടറിലാണ്? സ്റ്റേറ്റ് ലിസ്റ്റിന്റെ. ഇനി
കൺകറന്റ് നമുക്കറിയാം രണ്ടു കൂട്ടർക്കും ഇടപെടാവുന്നത് അല്ലെ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിൽ നിയമം ഉണ്ടാക്കാൻ പാർലമെന്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും അധികാരമുണ്ട്. അപ്പൊ എവിടൊക്കെ സംസ്ഥാനത്തിന്റെ പരിധിയിൽ നിൽക്കുന്ന ലിസ്റ്റിനകത്ത് പാർലമെന്റിന് ഇടപെടാമെന്ന് നമ്മൾ പറഞ്ഞു. കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സമയത്ത് പാർലമെന്റിനും സംസ്ഥാന നിയമനിർമ്മാണ സഭകൾക്കും അതിനകത്ത് നിയമം ഉണ്ടാക്കാം. കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ പാർലമെന്റ് നിയമം പാസ്സാക്കാത്ത പക്ഷം സംസ്ഥാനങ്ങൾക്ക് അവയിൽ നിയമം ഉണ്ടാക്കാവുന്നതാണ്. എന്നാൽ ഇതേ വിഷയത്തില് പാർലമെന്റ് നിയമം പാസ്സാക്കിയാൽ സംസ്ഥാനവും ആ നിയമം അംഗീകരിക്കണം. കൺകറന്റ് ലിസ്റ്റിലെ പ്രധാനപ്പെട്ട ഇനങ്ങളാണ് ക്രിമിനൽ നിയമം, സംസ്ഥാനങ്ങൾക്കിടയിലെ തടവുകാരുടെ കൈമാറ്റം, തമിഴ്നാട് സംസ്ഥാനവും കേരള സംസ്ഥാനവും തമ്മിലുള്ള തടവുകാരുടെ കൈമാറ്റം, അത് കൺകറന്റ് ആണ് തീരുമാനിക്കുന്നത്. വിവാഹം, വിവാഹമോചനം, ട്രസ്റ്റുകള്, പാപ്പരാകല്, വിദ്യുച്ഛക്തി, വർത്തമാന പത്രങ്ങള്, പുസ്തകം, ഫാക്ടറി, ബോയിലറുകള്, വില നിയന്ത്രണം, ജനന മരണ രജിസ്ട്രേഷൻ, ധർമ്മസ്ഥാപനങ്ങള്, വൈദ്യവൃത്തി, നിയമവൃത്തി, വിദ്യാഭ്യാസം, തൊഴിലും തൊഴിലില്ലായ്മയും, തൊഴിലാളി സംഘടന, മായം ചേർക്കുക, ആസൂത്രണം, വനം, വന്യമൃഗ സംരക്ഷണം, കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തിന്റെ കൈമാറ്റം, ദത്തെടുക്കല്. കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തിന്റെ കൈമാറ്റം കൺകറന്റ് ആണ്. കൃഷിഭൂമി ഇല്ല, കൃഷി ആരാ കൈകാര്യം ചെയ്യുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരിക്കും. അപ്പൊ കൃഷിഭൂമി ഒഴികെയുള്ള സ്വത്തിന്റെ കൈമാറ്റം, ദത്തെടുക്കലും പിന്തുടർച്ച അവകാശവും ഒക്കെ കൺകറന്റ് ലിസ്റ്റിനകത്താണ് വരുന്നത്. ഇനി ഇതൊന്നും പെടാത്ത അവശിഷ്ട അധികാരം എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടെ ഉണ്ട്. യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റുകളിൽ പരാമർശിക്കപ്പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ട അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയില് അവശിഷ്ട അധികാരങ്ങളില് നിയമനിർമ്മാണത്തിനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമായിരിക്കും. അപ്പൊ ഈ ഒരു അവശിഷ്ടാധികാരം ഈ 3 ലിസ്റ്റിലും പെടാത്തതാണ്. അതിന്റെ അധികാരം സെൻട്രലിനായിരിക്കും. കേന്ദ്രത്തിന് അവശിഷ്ടാധികാരം എന്ന ആശയത്തിന് കാനഡയാണ് ഇന്ത്യ മാതൃകയാക്കിയിരിക്കുന്നത്. അവിടെയും കാനഡയാണ് ഈ റെസിഡ്യൂവൽ പവറിൽ എടുത്തിരിക്കുന്നത്. സംസ്ഥാന ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ ഉൾപ്പെടാത്ത ഏതെങ്കിലും നികുതികൾ ചുമത്താനുള്ള അധികാരവും അവശിഷ്ട അധികാരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അതിന്റെ ഉദാഹരണം സൈബർ നിയമം. അതും ചോദിക്കാം. സൈബർ നിയമം എന്താണ്? ഒരു അവശിഷ്ട അധികാരത്തിന് ഉദാഹരണമാണ്. അത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയിട്ട് പഠിക്കാൻ, ഇത് പ്രീവിയസ് ചോദ്യമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങള്, സ്റ്റേറ്റ് സെന്റർ റിലേഷൻഷിപ്പ്, അതിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട് 1983 കേന്ദ്ര സർക്കാർ നിയമിച്ചതാണ് സർക്കാരിയ കമ്മീഷനെ. 88 ഇവര് റിപ്പോർട്ട് വെച്ചു. ഈ റിപ്പോർട്ടിൽ സർക്കാരിയ കമ്മീഷൻ നിർദ്ദേശിച്ചത് ഗവർണറുടെ നിയമം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം. ഇത് പ്രീവിയസ് ചോദ്യമായിട്ട് ചോദിച്ചത് ഗവർണറുടെ നിയമം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം എന്ന് തീരുമാനിച്ച അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സർക്കാരിയ കമ്മീഷനാണ്. എന്നാണ് വന്നത്? 83 ഓക്കെ, ഗവർണറുടെ നിയമം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം. അത് ഭരിക്കുന്ന പാർട്ടി അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരാളെ ഗവർണർ ആക്കരുത് സംസ്ഥാനങ്ങളിൽ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഇതുകൂടെ നോക്കാം. 88ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ യൂണിയൻ ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ വിഷയമാണ് ടാക്സസ് ഓൺ സർവീസ്. 88ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ യൂണിയൻ ലിസ്റ്റിൽ പുതുതായി ഉൾപ്പെടുത്തിയ വിഷയമാണ് ടാക്സസ് ഓൺ സർവീസസ്. 1976 42ാം ഭരണഘടനാ ഭേദഗതി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങളെ, ഇതും സ്ഥിരം ചോദ്യമാണ്, 76 42ാം ഭരണഘടനാ ഭേദഗതി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങളെയാണ് കൺകറന്റിലേക്ക് മാറ്റിയത്. അത് ഏതൊക്കെയാണെന്ന് സ്ഥിരം ചോദിക്കും. വിദ്യാഭ്യാസം, വനം, വന്യജീവി സംരക്ഷണം, അളവ് തൂക്കം, നീതി നടപ്പാക്കൽ, കോടതികളുടെ രൂപവൽക്കരണം. അതായത് സുപ്രീം കോടതി, ഹൈക്കോടതി എന്നിവ ഒഴികെ സബ് കോടതി ഉണ്ടല്ലോ, അതിന്റെ നീതി നടപ്പാക്കൽ, കോടതികളുടെ രൂപവൽക്കരണം ഒക്കെ ഇപ്പൊ നിലവിൽ എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. അത് മാറ്റിയത് 76 42ാം ഭരണഘടനാ ഭേദഗതി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇതും സ്ഥിരം ചോദ്യമാണ്. അപ്പൊ നമുക്കിനി ഈ ഒരു 3 ചോദ്യങ്ങളിലേക്ക് പോകാം. എന്താ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ മെയിൻ ഫീച്ചർ ഓഫ് ദി ഫെഡറൽ ഗവൺമെന്റ്? ഫെഡറൽ ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ് അല്ലാത്തത്: മസ്റ്റ് ഹാവ് ഡ്യുവൽ ഗവൺമെന്റ്, നാഷണൽ റീജിയണൽ ഗവൺമെന്റ്, മസ്റ്റ് ഹാവ് എ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, സുപ്രീമസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ മേ ബി റിജിഡ് ഓർ ഫ്ലെക്സിബിൾ. നമ്മൾ പറഞ്ഞു ഫെഡറലിസം എന്ന് പറയണമെങ്കിൽ ഉറപ്പായിട്ടും അവിടെ 2 ഗവൺമെന്റ് ഉണ്ടായിരിക്കണം, ഒന്ന് സെൻട്രൽ ഗവൺമെന്റും ഒന്ന് റീജിയണൽ ഗവൺമെന്റും. സോ അത് ശരിയാണ്. ഒരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരപ്പെടുത്തിയിട്ടാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും റിജിഡോ ഫ്ലെക്സിബിളോ അല്ല. മാറ്റാനോ അല്ലെങ്കിൽ റിജിഡ് ആയിട്ടുള്ളതോ മാറ്റപ്പെടാതിരിക്കാനോ പെട്ടെന്ന് മാറ്റാനോ പറ്റുന്ന അല്ല. സോ ഇതാണ് കറക്റ്റ്. അടുത്ത ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റം എന്തിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? കനേഡിയൻ മോഡല്. പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞു
സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കനേഡിയൻ മോഡലാണ് അല്ലെ. ലാസ്റ്റ് വന്നത് മാത്രം ഓസ്ട്രേലിയൻ മോഡലാണ്. 3. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് ഡിവിഷൻ ഓഫ് പവർ ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ്. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള പവർ ഡിവിഷനെ പറ്റിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് എന്തിനകത്താ? പ്രിയാമ്പിൾ, 7th ഷെഡ്യൂൾ, 370 ആർട്ടിക്കിൾ, ആർട്ടിക്കിൾ 300. ഏതാ? 7th ഷെഡ്യൂൾ ആണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്ന് ഓടിച്ചിട്ട് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.